ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പാടുന്നു ഞങ്ങൾ തൻ മാനസവീണയിൽ നിൻ സ്തുതി ഗീതകങ്ങൾ. അമ്മേ നിൻ സ്തുതി ഗീതകങ്ങൾ. അംബികേ നാഥി കന്യകേ ത്രിലോകരാജ്ഞിയായി മേവുന്നോളേ, പാടുന്നു ഞങ്ങൾ തൻ മാനസവീണയിൽ നിൻ സ്തുതി ഗീതകങ്ങൾ. അമ്മേ നിൻ സ്തുതി ഗീതകങ്ങൾ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് രണ്ട് കരങ്ങളും യാചനാപൂർവ്വം നീട്ടിപ്പിടിച്ച് പാടുന്നു ഞങ്ങൾ തൻ മാനസവീണയിൽ നിൻ സ്തുതി ഗീതകങ്ങൾ. അമ്മേ നിൻ സ്തുതി ഗീതകങ്ങൾ. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഓ ദൈവമേ, ഞങ്ങൾ വിശ്വസിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, മഹത്വം കർത്താവേ, ആരാധന കർത്താവേ. ഈ സമയം പ്രാർത്ഥിക്കുമ്പോൾ ഇന്നേ ദിവസം ഈ ആലയത്തിലോട്ട് പ്രാർത്ഥനാ നിയോഗങ്ങളുമായിട്ട് കടന്നു വരുന്ന ഓരോ വ്യക്തികളുടെ മേലും ദൈവത്തിൻ്റെ ആത്മാവിടപെടുവാൻ നമുക്ക് ആഗ്രഹിക്കാം. പലവിധ സങ്കടങ്ങളും ഭാരങ്ങളുമായിട്ടാണ് ദൈവജനം വരുന്നത്. ഈശോയെ, ഈ പരിശുദ്ധ അൽത്താരയിൽ നിന്ന് സൗഖ്യവും സംരക്ഷണവും വിശുദ്ധിയും നേടുവാൻ പരിശുദ്ധാത്മാവെ ആ വ്യക്തികളെല്ലാവരും അനുഗ്രഹിക്കണമേ. ഈ ഓൺലൈൻ ശുശ്രൂഷയിലൂടെ അനേകർ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നു. കർത്താവെ, അവരൊക്കെ ആയിരിക്കുന്ന സ്ഥലങ്ങളിലും സാഹചര്യങ്ങളിലും വലിയ അനുഗ്രഹം ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കുവാൻ ഇടവരുത്തണമേ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കൈകൾ കൂപ്പി ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കണ്ണു തുറന്ന് അൽത്താരയിലേക്ക് നോക്കി നന്നായിട്ടൊന്ന് സ്തുതി ചൊല്ലിക്കേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവർ, ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും വായിക്കേണ്ടതും പഠിക്കേണ്ടതും ധ്യാനിക്കേണ്ടതുമായിട്ടുള്ള ഒരു സുന്ദരമായ വചനം സമ്മാനിക്കുന്നത് വിശുദ്ധ പൗലോസ്ലീഹായാണ്. ഈ വചനം നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ അടിസ്ഥാനപരമായി എന്താണ് സംഭവിക്കുന്നത്? ദൈവം നമ്മളോട് സംസാരിക്കുകയാണ്. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ദൈവത്തോട് സംസാരിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ പ്രാർത്ഥന. ദൈവമേ, ഇതാണ് എൻ്റെ അവസ്ഥ, എൻ്റെ ജീവിതം, എൻ്റെ കാര്യങ്ങൾ. അപ്പം ദൈവം ഇങ്ങോട്ട് സംസാരിക്കും, ദൈവം നമ്മളോട് സംസാരിക്കും. അതാണ് വചനം. അതുകൊണ്ടാണ് വചനം പറഞ്ഞ് പഠിച്ച് പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 16-ാം തിരുവചനം. വചനം ഇങ്ങനെയാണ് പറയുന്നത്: അതുകൊണ്ട് മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. വലതുകര ഉയർത്തിപ്പിടിച്ചേ.
ഉച്ചത്തിൽ പറഞ്ഞോ. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 16-ാം തിരുവചനം. അതുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം. ഹല്ലേലൂയ. ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരെ ഇത് ശ്രദ്ധിച്ചു പഠിച്ചോണേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബാംഗങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, നമ്മൾ ഓരോരുത്തരും എല്ലാ ദിവസവും ധ്യാനിക്കേണ്ട കാര്യം, നമ്മുടെ അധ്വാനമോ പ്രയത്നമോ ആഗ്രഹമോ കൊണ്ടല്ല, മറിച്ച് ദൈവത്തിൻ്റെ ദയ, അതൊന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇവിടെ ആയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ എന്തെല്ലാം സ്വപ്നങ്ങളും എന്തെല്ലാം പ്രയത്നങ്ങളും ആഗ്രഹങ്ങളുമായിട്ടാണ് ജീവിക്കുന്നത്. ഇത് വല്ലതും നടക്കുന്നുണ്ടോ? എന്തെല്ലാം കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു, എന്തെല്ലാം കാര്യങ്ങളുടെ പുറകെ നടക്കുന്നു അല്ലേ? എന്നിട്ട് നമ്മൾ ചില കാര്യങ്ങളിൽ വല്ലാണ്ട് സങ്കടപ്പെടുന്നു. വിചാരിക്കുന്ന പോലെ ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല, വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. വചനം പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാവോ? നിന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, അനുഗ്രഹത്തിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദയയാണ്. ദൈവം തന്നെങ്കിലേ ഉള്ളൂ, ഇല്ലെങ്കിൽ ഒന്നും ഇല്ല. എനിക്ക് കഴിവുണ്ട്, എൻ്റെ കുടുംബത്തിന് കഴിവുണ്ട്, എനിക്ക് അത്യാവശ്യം ജോലിയുണ്ട്, എനിക്ക് പണമുണ്ട്, എനിക്ക് ബന്ധുബലമുണ്ട്, എനിക്ക് അധികാരബലമുണ്ട്, ഇങ്ങനെ പലതും നമുക്ക് തോന്നും. എന്നാൽ ഇതെല്ലാം വെറും തോന്നലുകൾ മാത്രമാണ്. തിരുവനന്തപുരത്തിനപ്പുറത്ത് നെയ്യാറ്റിൻകരയിൽ ബൈബിൾ കൺവെൻഷന് ചെന്നപ്പോൾ ഒരു ചേട്ടൻ കരഞ്ഞുകൊണ്ടുവന്ന് പറഞ്ഞു, അച്ഛാ, ഇഷ്ടം പോലെ പണമുണ്ട്, എന്നാൽ വീട്ടിൽ സമാധാനമില്ല. വലിയൊരു ഗവൺമെന്റ് ജോലിക്കാരനൊക്കെ ആയിരുന്നു. ചോദിച്ചു വന്നപ്പോൾ ഇയാൾ പറഞ്ഞത്, അച്ഛാ, എൻ്റെ ആയ കാലത്ത് ഞാൻ നന്നായി ഓടി, ഇപ്പോഴും ഒരു വീട് പണി തുടങ്ങിയിട്ട് പൂർത്തിയാക്കാൻ പോലും പറ്റിയിട്ടില്ല. അതെന്നാ ചേട്ടാ അങ്ങനെ? പണമില്ലേ? ഉണ്ടച്ചാ, പണമുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ വീട് പണി പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. ഞാനിത് പറയുമ്പോൾ ജീവിതത്തിൽ ചില കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റാത്തതിൽ വല്ലാത്ത വിഷമം ഉള്ളിലുള്ളവരുണ്ടാകും. ചില കാര്യങ്ങൾ എന്താണെന്നറിഞ്ഞുകൂടാ, അതങ്ങ് ശരിയാവുന്നില്ല, അതങ്ങോട്ട് ശരിയാവുന്നില്ല. പണമുണ്ട്, അല്ലെങ്കിൽ ജോലിയുണ്ട്, അതുണ്ട്, ഇതുണ്ട്, പക്ഷേ ഒന്നും അങ്ങോട്ട് മിച്ചം കിട്ടുന്നില്ല, ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല. സങ്കീർത്തകനായ ദാവീദ് നമ്മളെ പഠിപ്പിക്കും. സങ്കീർത്തന പുസ്തകം 127-ാം അധ്യായം, അതിൻ്റെ 1-2 തിരുവചനം. ഇന്നത്തെ ദിവസത്തിൽ സമയം കിട്ടുമ്പോൾ എടുത്ത് വായിച്ചോണം, എന്നിട്ട് ഇത് ധ്യാനിക്കണം. വെറുതെ വായിച്ചു പോയാൽ പോരാ. ഇത് കർത്താവ് എന്നോട് പറയുന്നതാണ്, എൻ്റെ ചെയ്തികളോട് കർത്താവ് പറയുന്നതാണ്, ഞാൻ ചിന്തിക്കേണ്ടതാണ്, ധ്യാനിക്കേണ്ടതാണ്. കർത്താവ് എന്നോടാണ് പറയുന്നത്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നോടാണ് കർത്താവ് പറയുന്നത്. സങ്കീർത്തനം 127 വചനം 1-2 വചനം പറയുന്നു, കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. എന്നിട്ട് അടുത്ത വചനം, അതിരാവിലെ എഴുന്നേൽക്കുന്നതും വളരെ വൈകി കിടക്കാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമാണ്. തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. ഞാനിത് പറയുമ്പോൾ അനേക കുടുംബങ്ങളിൽ പൂർത്തീകരിക്കപ്പെടാത്ത അനേക സ്വപ്നങ്ങളുടെ മുമ്പിൽ എല്ലാം നഷ്ടപ്പെട്ടവരെ പോലെ ഇത് വിധിയാണ്, ഇതിങ്ങനെയാണ്, അങ്ങനെയാണെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ വചനം പഠിപ്പിക്കുന്ന എന്നാന്നറിയാവോ? നീ അതിരാവിലെ എഴുന്നേൽക്കുന്നതും വളരെ വൈകി കിടക്കാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമാണ്. തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. ദൈവത്തോട് ചേർന്നിരിക്കുന്ന അവസ്ഥ ഇത് മനസ്സിലാക്കാൻ നല്ലൊരു സുന്ദരമായ വചനം പഴയ നിയമത്തിലുണ്ട്. അത് ഹഗ്ഗായിയുടെ പ്രവചനമാണ്. ഹഗ്ഗായിയുടെ പ്രവചനം 1-ാം അധ്യായം 6-ാം തിരുവചനം. പഴയ നിയമത്തിലൊരു സുന്ദരമായ പുസ്തകമാണ് ഹഗ്ഗായി. ആരാണ്? ഹഗ്ഗായി. ഹഗ്ഗായിയുടെ പുസ്തകം പ്രവചനം 1-ാം അധ്യായം 6-ാം തിരുവചനം. വചനത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ഏറെ വിതച്ചു, കുറച്ചു മാത്രം കൊയ്തു. നിങ്ങൾ ഭക്ഷിക്കുന്നു,
ഒരിക്കലും തൃപ്തരാകുന്നില്ല. നിങ്ങൾ പാനം ചെയ്യുന്നു, തൃപ്തി വരുന്നില്ല. നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു, ആർക്കും കുളിര് മാറുന്നില്ല. കൂലി ലഭിക്കുന്നവന് അത് ലഭിക്കുന്നത് ഓട്ടസഞ്ചിയിലിടാൻ മാത്രം. എന്താണ് ഓട്ടസഞ്ചിയുടെ പ്രത്യേകത? അതിന് ഓട്ടയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശേഖരിക്കാനുള്ളതാണ്, സൂക്ഷിക്കാനുള്ളതാണ്. എന്നാൽ ഇടുന്നതെല്ലാം ചോർന്നു പോകും. ഇടുന്നതെല്ലാം ചോർന്നു പോയിക്കൊണ്ടിരിക്കും. എവിടെയാ ചോർന്നു പോണെന്നൊരു പിടുത്തവും ഇല്ല. അധ്വാനത്തിന് കുറവുണ്ടോ? ഇല്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസത്തില് കർത്താവ് എന്നോടും നിന്നോടും പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് ഞാൻ ആയിരിക്കുന്നതിന് കാരണം. നിന്റെ കുടുംബത്തിലെ സ്വസ്ഥതയ്ക്ക് ഒറ്റടിസ്ഥാനമേ ഉള്ളൂ. നീ എന്ത് നേടി, ബാങ്ക് അക്കൗണ്ട് ഒന്നുമല്ല, മറിച്ച് ദൈവത്തിൻ്റെ ദയയുണ്ടോ അത് മതി. ആ ദൈവത്തെ കൂട്ടിന് പിടിച്ചാൽ അതാണ് അനുഗ്രഹം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി, കർത്താവേ, അങ്ങയുടെ ദയ അത് മാത്രമേ ഉള്ളൂ. അങ്ങ് നൽകാതെ ഞങ്ങൾക്കൊന്നുമില്ല കർത്താവേ, അങ്ങ് നൽകാതെ ഞങ്ങൾക്കൊന്നുമില്ല കർത്താവേ. ദൈവത്തിന് മുമ്പിൽ സ്വയം സമർപ്പിക്കണം. നമുക്ക് അവകാശപ്പെടാൻ എന്താ ഉള്ളത്? എന്നതാ ഉള്ളത്? ഇന്നിപ്പോ ഈ ശുശ്രൂഷയ്ക്ക് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അത് കർത്താവിന്റെ ദയയല്ലേ? എത്രയോ പേർക്ക് ആഗ്രഹമുണ്ട് ഇവിടെ വന്ന് നിൽക്കാൻ. പക്ഷേ കുടുംബത്തിൽ കിടപ്പ് രോഗികളായിട്ടുള്ളവർക്ക് ആഗ്രഹമുണ്ടല്ലോ, ജീവിതത്തില് വലിയ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് ആഗ്രഹമുണ്ടല്ലോ. എന്നിട്ടും നീ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കർത്താവിന് നിന്നോടുള്ള ദയയാണ്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എൻ്റെ പ്രിയരെ, ആ ദൈവത്തെ നീ സ്നേഹിക്കണം. ദൈവമേ, എന്നോട് കാണിക്കുന്ന ദയ ഓർത്തുകൊണ്ട് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, മറിച്ച് നിന്റെ ദയയാണ് എല്ലാറ്റിൻ്റെ അടിസ്ഥാനം. നമ്മൾ അഭിമാനിക്കുന്നെങ്കിൽ കർത്താവായ ക്രിസ്തുവിൽ അഭിമാനിക്കണം. അല്ലാതെ നിനക്ക് സൗന്ദര്യം ഉണ്ടെന്നോ, നിനക്ക് അധികാരമുണ്ടെന്നോ, നിനക്ക് പണമുണ്ടെന്നോ, നിനക്ക് കായിക ശേഷിയുണ്ടെന്നോ, നിനക്ക് ആൾബലമുണ്ടെന്നോ അല്ല, മറിച്ച് കർത്താവിന്റെ കൂടെയുണ്ട്, അതാണ് നമ്മുടെ ബലം. ഓ ദൈവമേ, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ആ ദൈവത്തെ സ്നേഹിക്കണം, ആ ദൈവത്തെ സ്തുതിക്കണം, ആ ദൈവത്തെ ആരാധിക്കണം. നിന്റെ മേൽ ദയ കാണിക്കുന്ന ദൈവം, നിന്റെ കുടുംബത്തിന്റെ മേൽ ദയ കാണിക്കുന്ന ദൈവം. ഓ ദൈവമേ, കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. എന്റെ പ്രിയരെ, നാവ് തുറന്ന് ഹൃദയം തുറന്ന് ഈശോയേന്ന് വിളിച്ചേ, ഈശോയേന്ന് വിളിച്ചേ. ഓരാ, നാവ് തുറന്ന് ഹൃദയം തുറന്ന് എന്റെ ഈശോയേന്ന് വിളിച്ചോ. ദൈവം നൽകാതൊന്നുമില്ല, ദൈവം നൽകാതൊന്നുമില്ല. ആരാധന, 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 ആരാധന. ഓ ദൈവമേ, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, അങ്ങയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. എല്ലാവരും ദൈവത്തിന് മുമ്പിൽ വിശ്വസിക്കുക, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. കർത്താവ് ഭവനം പണിയാതെ വന്നാൽ നിഷ്ഫലമാകും പ്രയത്നമില്ല. കർത്താവ് നഗരം കാക്കാതെ പോയാൽ കാവൽ വെറുതെയാകും. എൻ ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അത്തിമഴ